ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫൈസ. അപ്പോൾ എല്ലാവർക്കും പപ്പൂസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ക്രീക്ക് പാർക്കിൽ വന്നേക്കുകയാണ്. ഞാനും ഉമ്മയും വാപ്പച്ചിയും ഉമ്മച്ചി ഇവാനുമായിട്ട് ക്രീക്ക് പാർക്കിൽ വന്നേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിനി വ്ളോഗാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ കാറി വെച്ച് മറന്നു, അതെടുക്കാൻ ഓടിയതാണ്. അവരൊക്കെ ദേ അവിടെ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. ഇതേ വെറുതെ അവിടെ നിൽക്കുന്ന ഇവിടെ ബസ് സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ. നമ്മളെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു, പാപ്പച്ചിയിലിരിക്കുകയാണ്. ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തു. നമുക്ക് അകത്തോട്ട് കയറാം. പാപ്പച്ചിയുടെ ടിക്കറ്റ് വരുന്നു. അവരൊക്കെ അവിടെ കുടിക്കാനും ഞാൻ അവിടെ കുടിക്കാനും. മെയിനായിട്ടും എനിക്ക് ഉമ്മിക്ക് ഒട്ടകത്തിൽ കയറണം, അതിനാണ് വന്നത്. ഒട്ടകത്തിൽ കയറാൻ പോവാൻ ഞാൻ ഉമ്മി. Okay. പിടിച്ചിരുന്നോ? പിടിച്ചോ, കൈവിടരുത്. ഇറക്കി പിടിച്ചോണേ ഇറങ്ങുന്ന സമയത്ത്. ഉമ്മി കൊള്ളാവോ?
അതെണീക്കോ? പറയൂ നിങ്ങളുടെ എക്സ്പീരിയൻസ്. നിനക്കോ? നിനക്കല്ലോ. ഞാൻ വിചാരിച്ചു എടുത്തപ്പോഴേ ഇന്ന് പറയുമ്പോ പെട്ടെന്ന് എടുക്കല്ലേ. ഇവാൻ എവിടെ പോയി? അവൻ അതിന്റെ എൻ്റെ ഇവാൻകുട്ടനെ ഒട്ടകത്തിൽ കയറ്റാൻ പറ്റില്ല, അവൻ കുഞ്ഞായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ കുതിരയിൽ കയറ്റിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അതൊക്കെ പേടിയായിരിക്കും, പേടിച്ച് കരയും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവൻ പേടിച്ചൊന്നുമില്ല. അവനെ താഴേക്ക് വിട്ടപ്പോൾ അവൻ കുതിരയുടെ അടുത്ത് പോയിട്ട് മൂക്കിലൊക്കെ തൊട്ടു. കുതിരയാണെങ്കിൽ ഇങ്ങനെ തലയൊക്കെ ആട്ടി കാണിച്ചിട്ട് അവൻ പേടിക്കുന്നില്ല. നമ്മളിതേ ഇനി നമ്മുടെ പാർക്കിലോട്ട് പോവുകയാണ്. ഇവിടെ ഡോൾഫിനേറിയൊക്കെ ഉണ്ട്. നമ്മൾ അതിലൊന്നും കയറിയില്ല. ഇവാന് നമ്മൾ വലിയ ആ പാർക്കിൽ കൊണ്ടിടുമ്പോൾ അവന് കുറേ നേരം നടക്കാനൊക്കെ വലിയ സ്ഥലമല്ലേ. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവനാണെങ്കിൽ ബോറടിച്ച് അതുകൊണ്ട് വെളിയിൽ വരുമ്പോൾ അവൻ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. നമ്മൾ പുല്ലിൽ ഇവനെ സർപ്രൈസായിട്ട് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇനി ഫുഡൊക്കെ കഴിക്കണം. ആ പുല്ലിലോട്ട് ഇതേ മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. നമ്മൾ മെയിൻ ഉദ്ദേശം ഒട്ടകത്തിൽ കയറാനായിരുന്നു, അത് നടന്നു. ഇനി നമ്മളിതേ ഇവാനെ ആ പുല്ലിലോട്ട് ഇറക്കാൻ പോവുകയാണ്. പെങ്കിന്റെ കുട്ടി എന്താണ് ഉറങ്ങാല്ലേ വാനെ? അല്ല ഉറങ്ങിക്കോ. നല്ല കിടന്നു വാൻ. അവിടെയാണ് കടൽ. അന്നത്തെ പണ്ടത്തെ ഒരു വീഡിയോ, ഞാൻ ഇതിൻ്റെ പണ്ടത്തെ വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ കടലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടലിലോട്ട് പോകും. എനിക്കും വാപ്പച്ചിക്കും വേണ്ടി ഉമ്മച്ചി ഫുഡ് എടുത്തു. ഇവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് കഴിച്ചു. കള്ളികൾ ഇവർ രണ്ടുപേരും നമുക്ക് തരാതെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നു. നമുക്കിതേ പാക്ക് ചെയ്തുകൊണ്ട് വന്നു. കളികളാണ്. ഞാനും വാപ്പച്ചിയും ആ ഫുഡ് കഴിക്കാൻ പോകുന്നു. റൈസ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് ബിരിയാണി പാക്ക് ചെയ്തുകൊണ്ട് വന്നു. ഇനി നമുക്കിത് കഴിച്ചിട്ട് കാണാം. റൈസ് ഇവിടെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടതേ. അവൻ്റെ ചാടി ഉല്ലസിക്കുന്നു. അവൻ്റെ അവിടെ വീടല്ലോ. അവന് കറക്റ്റ് അറിയാം. അവൻ അങ്ങോട്ട് പോവാതെ അവൻ അപ്പുറത്ത് ചാടാതെ ആ വഴി പയ്യെ ഇറങ്ങി താച്ച കൈ പിടിച്ചു. വണ്ടി പോണ സ്ഥലമാണ് ബഗ്ഗി റൈഡിന്റെ. നീ നടക്കണത് ബഗ്ഗി റൈഡിന്റെ സ്ഥലത്താണ്. ബൈ വാൻ ഇവിടെ കൂടി വാ. നമ്മൾ കടലിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെയാണ് ആ ഒരു കുഞ്ഞ് പാർക്കുള്ളത്. വാപ്പച്ചി അവിടെയാണ് ആ പാർക്കുള്ളത്. നമുക്ക് കടലിൽ പോയിട്ട് വന്നിട്ട് പാർക്കിൽ കളിക്കാം, അല്ലെങ്കിൽ പാർക്കിൽ കളിച്ചിട്ട് പോവാം, എന്തെങ്കിലും ചെയ്യാം. ഇത് ഇവിടെ ബഗ്ഗി റൈഡുണ്ട്. ഇവിടെയാണ് ആൾക്കാർ ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലം. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ ആൾക്കാർ ബഗ്ഗിയിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത് ബാർബിക്യൂ ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഫിറ്റ് ചെയ്യാണ് അവരെല്ലാം.
ബാഗ് എടുത്ത് വെച്ചു. ബാഗ് അയ്യോ ബാഗ് വെക്കാൻ പറ്റില്ല, അതിനകത്ത് ഫുള്ളും ഈ റൗണ്ടിലാണ് ആൾക്കാർ ബാർബിക്യൂ ചെയ്യുന്നത്. അവിടെ സ്റ്റൗ ഒക്കെ ഉണ്ട്, പക്ഷേ ആൾക്കാർ അതിലൊന്നും യൂസ് ചെയ്യുന്നില്ല. വേറെ സ്റ്റൗ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് യൂറോപ്യൻസ് ആണെന്ന് തോന്നുന്നു. ഇവാനും വാപ്പച്ചിയും അല്ല ഇവാനും വാപ്പച്ചിൻ്റെ അവിടെ കളിക്കുകയാണ്. ഇവാനും വാപ്പച്ചി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിനോദം എന്ന് പറയുന്നത്, ഈ ചാർക്കോളും ബാർബിക്യൂ ഒക്കെ. അത് അവിടുത്തെ ലേക്കാണ് ആ കാണുന്നത്. അവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു കിഡ്സ് പ്ലേ ഏരിയ. ഇതിൽ നമുക്ക് ഊഞ്ഞാലുണ്ട്, പിന്നെ സ്ലൈഡൊക്കെ ഉണ്ട്, പിന്നെ അവിടെ മറ്റേ സൈലോഫോണിൻ്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഇവാൻ്റെ അവിടെ നിന്ന് ഞാൻ ഊഞ്ഞാലാടുന്ന നോക്കുകയാണ്. പിന്നെ വാപ്പിച്ച് ഇതേ കിടന്ന് ഉറങ്ങാനുള്ള ശ്രമത്തിലുമാണ്. ഉമ്മിതേ എന്നെ ആട്ടിയിട്ട് ഇതേ സൈഡിൽ പോയിരിക്കും, എന്നിട്ട് വീണ്ടും വന്ന് എന്നെ ആട്ടും. ഉമ്മിതേ പോയി സൈലോഫോണൊക്കെ അടിക്കുന്ന കഴിഞ്ഞാണ് ഇപ്പോഴാണ് കാണുന്നത്. പിടിക്കണോ? ഇടാ. ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ വാ. വാ. ഹായ്, അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ കളിച്ചിട്ട് വന്നത് കേക്ക് കഴിക്കുകയാണ്. അവര് നടന്ന് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കൂടിയാണ്, നമുക്ക് അവിടെ പോവാം. പക്ഷെ അവിടെ ആൾക്കാരിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ കൂടി ഇറങ്ങി കാലൊക്കെ നനയ്ക്കാം. ഗൈസ്, അവിടെ ആൾക്കാരിരിക്കും. ഇവാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട്. നടക്കുന്നത് നോക്കിക്കോ. അവൻ എൻ്റെ അടുത്ത് എടുക്കാൻ പറയുന്നു. കള്ള വാട കുട്ട. അവൻ നടന്നു നോക്ക്. അവൻ്റെ ഉടുപ്പ് നനയാതിരിക്കാനാണ് കേട്ടോ മറ്റു ഉടുപ്പൊക്കെ ഊരിനെ അവൻ്റെ സ്ട്രോളറിൻ്റെ അകത്തെടുത്തിട്ട്. അവന് ഈ ഉടുപ്പില്ലാതെ നടക്കണതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ബമ്പിളിക്കാണ് അവൻ. ബമ്പിളിക്ക് നമുക്ക് അവിടെ പോകണ്ടേ വാപ്പച്ചീര അവിടെ?
അവന് ഉടുപ്പൊന്നും വേണ്ട, അവൻ പബ്ലിക് ആയിട്ട് നടക്കും. ഇവിടെ ചിൽഡ്രൻ സിറ്റി എന്നാണിത്, അവിടെ പേര് എഴുതിയിട്ടുണ്ട്, ചിൽഡ്രൻ സിറ്റി. എൻ്റെ ഉമ്മീരെ ഷൂസാണ്. അവനാണ് ഗൈസ് ബീച്ചൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. എൻ്റെ അടുത്ത് വാപ്പിച്ച് പറഞ്ഞില്ല ഇവിടെ അത്ര ആഴമില്ല, നല്ലതെങ്കിൽ എൻ്റെ സ്വിമ്മിങ് സൂട്ടൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നേനെ. ഞാൻ നീന്തി തകർത്തേനെ. ഞാൻ നീന്തൽ 7 ക്ലാസ്സായി. നോക്ക് ബനൂട്ടാ, പൂവിനെ ചവിട്ടണയാണത്. പാപ്പിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ കൊണ്ടുവന്ന ബാഗൊക്കെ തലയിലൊക്കെ വെച്ചിട്ട്. ഗൈസ്, നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്രീക്ക് പാർക്ക് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. അവരിറങ്ങി വരുന്നു. ബൈ പറ. ഉമ്മ വരുന്നുണ്ട്. ഉമ്മ വരും. എല്ലാവർക്കും ബൈ പറ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഉമ്മീനെ കൊണ്ട് ഉമ്മി എല്ലാവർക്കും ബൈ പറ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ പറ എല്ലാവർക്കും. എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ.